ഹമാസ് രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മായിൽ ഹനിയയെ ഇറാനിൽ വെച്ച് ഇസ്രായേലിൻ്റെ ചാരസംഘം മൊസാദ് വധിച്ച് മണിക്കൂറുകൾക്കകമാണ് ഇറാൻ ഇസ്രായേലുമായി യുദ്ധം പ്രഖ്യാപിച്ചത്. ഇസ്രായേലുമായി നേരിട്ട് ആക്രമണം നടത്താൻ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി ഉത്തരവിട്ടു. പിന്നാലെ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ അബു ഹസൻ എന്നറിയപ്പെടുന്ന മുസ്തഫ ഹസൻ സൽമാനെ ലെബനനിൽ കയറി വധിച്ചതായി ഇസ്രായേൽ പ്രഖ്യാപിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. ഉത്തരവിനൊന്നും കാത്തു നിൽക്കാതെ ഹിസ്ബുള്ള ഇപ്പോൾ ഇസ്രായേലിനെതിരെ ആക്രമണം ആരംഭിച്ചതായുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഇസ്രായേൽ സൈന്യം അതിർത്തിയിൽ വിന്യസിച്ചിട്ടുള്ള വജ്രായുധം എന്ന് വിശേഷിപ്പിക്കുന്ന അയൺ ഡോം സംവിധാനത്തെ തകർത്തതായുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. വെള്ളിയാഴ്ച രാവിലെയാണ് ലെബനൻ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ളയുടെ F-50 മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി തൊടുത്തത്. ഒരു മണിക്കൂറിനിടെ 100-ലധികം മിസൈലുകളാണ് തൊടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രധാനമായും ലക്ഷ്യം വച്ചത് അയൺ ഡോം സംവിധാനത്തെയായിരുന്നു. ശത്രുരാജ്യങ്ങളുടെ റോക്കറ്റുകൾ അതിർത്തിക്ക് സമീപം എത്തിയാൽ പോലും ഞൊടിയിടയിൽ പ്രവർത്തിച്ച് അത് തകർക്കാൻ ശേഷിയുള്ള അയൺ ഡോമിന് ഹിസ്ബുള്ളയുടെ മിസൈലുകൾ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ആക്രമണത്തിൽ നിരവധി IDF ജവാന്മാർ കൊല്ലപ്പെട്ടതായും പറയുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇസ്മായിൽ ഹനിയയുടെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ ഇറാൻ, ഹിസ്ബുള്ള, ഹൂതി, ഹമാസ് ഉൾപ്പെടെയുള്ളവരുടെ സംയുക്ത ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്നതിനിടെയാണ് ഹിസ്ബുള്ള സ്വന്തമായി ആക്രമണം നടത്തിയിരിക്കുന്നത്. ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അടിയന്തര യോഗം വിളിച്ചു. സാഹചര്യം ഗൗരവത്തോടെ നിരീക്ഷിച്ചു വരികയാണെന്ന് പ്രഖ്യാപിച്ച ശേഷമായിരുന്നു ബൈഡൻ യോഗം വിളിച്ചത്. എന്നാൽ തങ്ങൾക്കെതിരെ വരുന്ന ഏതൊരു ആക്രമണത്തെയും ഇല്ലാതാക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ഏത് വിധത്തിലുള്ള പ്രതിരോധത്തിനും പ്രത്യാക്രമണത്തിനും തങ്ങൾ തയ്യാറെടുത്തുവെന്നും എതിരാളികൾ കനത്ത വില നൽകേണ്ടി വരുമെന്നും നെതന്യാഹു പ്രസ്താവനയിൽ പറഞ്ഞു. ആക്രമിച്ചാൽ തിരിച്ചടിയേൽക്കാൻ തയ്യാറായിക്കോളൂ എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സും എക്സിലൂടെ പ്രതികരിച്ചത്. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധക്കളമാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇസ്രായേലിനെ ആക്രമിച്ചാൽ നോക്കി നിൽക്കില്ലെന്ന് അമേരിക്കയും പറഞ്ഞതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന സ്ഥിതിയിലായി. നിലവിൽ ഇസ്രായേൽ തങ്ങളുടെ ആയുധങ്ങൾ അതിർത്തിയിൽ വിന്യസിച്ചതായാണ് റിപ്പോർട്ട്. ഇതോടെ പശ്ചിമേഷ്യയിൽ അടുത്ത 48 മണിക്കൂറുകൾ നിർണായകമായിരിക്കുകയാണ്. ആക്രമണ ഭീതിയുടെ പശ്ചാത്തലത്തിൽ US തങ്ങളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും കുടുംബാംഗങ്ങൾക്കും ഇസ്രായേലിനകത്ത് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രാൻസും പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.